അത്? അതെന്ത് പാട്ടാണ് പാടണത്? തപ്പി എന്താണ് ഉണ്ടാത്ത? നമുക്ക് അകത്തോട്ട് പോവാം. ഞങ്ങൾ അകത്തോട്ട് കയറി. എവിടെ പോണം നമുക്ക്? എവിടെ പോണം? ബീച്ചിൽ പോണം. ബീച്ചിൽ പോണം നമുക്ക് കേട്ടോ. എപ്പോ പോണം ബീച്ചിൽ? എവിടാ എവിടാ എപ്പോഴാ പോണ്ട ബീച്ചില്? രാത്രിയാ? രാത്രി പോട്ടെ എന്നാ ബീച്ചില്? എന്നാ പറയണ മെത്താബി? എവിടെ പോണം? എവിടെ പോണ്ട മെത്താക്ക്? എവിടെ? അകത്താ? അകത്ത് പോവാ. അകത്തെത്തി. ഇനി എന്താ പറയാനുള്ള? ബീച്ചിൽ പോണോ? ബീച്ചിൽ പോവല്ല. ഇപ്പോഴാണോ? ഇപ്പോഴല്ല, കുറച്ചുകൂടി കഴിയുമ്പോ പോവാം. കുറച്ചുകൂടി കഴിയുമ്പോ പോവാന്നേ. അയ്യോ, ഇത് എണീറ്റല്ലേ ഉള്ളു. പല്ലൊക്കെ തേച്ച് ചായയൊക്കെ കുടിച്ച് സുന്ദരിയായിട്ട് നമുക്ക് അപ്പാക്കും കുഞ്ഞിനും അമ്മക്കും കൂടി പുറത്തോട്ട് പോവാം. എന്താ വേണ്ടാത്ത? ആര്? എന്താ പിന്നെ വേണ്ട? പൊക്കോട്ടെ. ആര് വേണം? പപ്പാനെ മതിയോ? ആയിക്കോട്ടെ. അറിയല്ല പിന്നെ ഒരു കാര്യത്തിൽ എൻ്റെ അടുത്ത് ഞങ്ങളെ പുറത്തോട്ട് പോകാൻ വേണ്ടി പോണേ. എവിടെ? ഗൾഫിൽ പോണോ നിങ്ങൾ? ഞാനും മെത്തായും കൂടി. ലീവൻ ഉണ്ടാന്ന് ചോദിച്ചേ. ഞാൻ വന്നില്ല. ഇല്ല, വരികയില്ല. വന്നില്ല. ചോദിച്ച വരുന്നുണ്ടാന്ന് ചോദിച്ചേ. കൊണ്ടുപോയിക്കോട്ടെ, പിപ്പി കൊണ്ടുപോയിക്കോട്ടെ, കുഴപ്പമില്ല. വേണ്ടല്ലോ മെസ്സാക്ക് എന്നെ വേണ്ടല്ലോ. അപ്പ ചോദിക്കട്ടെ. വേണോ? ചോദിക്കട്ടെ. അപ്പ ചോദിക്കട്ടെ മെത്താനോട്. പപ്പായും കുഞ്ഞും കൂടി പുറത്തോട്ട് പോകണ്ടേ. എവിടെ പോണം നമ്മള്? എവിടെ? ചീച്ചില് പോണ? ഏത് ചീച്ചിലാ പോണ? മന്നടാന്ന് ചോദിച്ചാ. ലീവ വന്നടാന്ന് ചോദിച്ചാ. മെത്ത കൊണ്ടുപോവാ? മെത്ത കൊണ്ടുപോവാ അമ്മേന? മെത്ത കൊണ്ടുപോവാ? എന്താ വേറൊരു മിഠായിയുടെ പേര് പറഞ്ഞതല്ല മെസ്സ. അതേ മിഠായിയുടെ പേരെന്തായിരുന്നു? അതിന്റെ പേരെന്തായിരുന്നു? അതെന്താണ്? തേൻ മിഠായിയാ? തേൻ മിഠായിയാ? തേയില മിഠായിയാ? ഒരു മിഠായി മേടിച്ചു കൊടുക്കും മെസ്സാക്ക്. മതിയാ? എനിക്ക് വേണം. ഒരു മിഠായി മേടിച്ചു തരും. മതിയോ? മതി. വേറൊന്നും വേണ്ട മെത്താക്ക്. ക്യൂടെക്സ് ഒന്നും വേണ്ടേ? കൈയടിച്ച് ക്യൂട്ടസ് ഒക്കെ കാണിച്ചു കൊടുത്തേ. പോയല്ല, കാണിച്ചു കൊടുത്തേ. പോയി. ആരടിച്ചു? പോയി. ഇതാരടിച്ചു തന്നത്? കാലയിലും കയ്യിലൊക്കെ ആരടിച്ചു തന്ന? ഈയായാ? A few moments later. മെത്താപ്പി പോവണ്ടേ? നമുക്ക് പോവണ്ടേ? അതെന്നാ? അപ്പിയാ? ബീച്ചിൽ പോണ്ടേ? കുഞ്ഞിന് എന്തൊക്കെ വേണം ബീച്ചിൽ പോകാൻ? പിന്നെ മിഠായി. മതിയാ? പിന്നെ വേറെ സാധനം കൂടെ വേണമെന്ന് പറഞ്ഞായിരുന്നു. കൈ അടിക്കുന്ന സാധനം എന്തായിരുന്നു? എന്തായിരുന്നു? അപ്പിയാണോ? അമ്മാമ്മ കൊണ്ടുപോയി കൊച്ചിന്റെ കൈ അടിക്കണ സാധനം. എന്റെ പേരെന്തുവായിരുന്നു? അതെന്നാണ്? ക്യൂടെക്സാ?
അതാരാ അമ്മമ്മ കൊണ്ടുപോയാ? സാരമില്ല, നമുക്ക് വേറെ വാങ്ങിക്കാം കേട്ടോ. അത് അമ്മമ്മ കൊണ്ടുപോക്കോട്ടെ. പോണ്ടേ നമുക്ക്? പോണ്ട, എന്താ ഇവിടെ കൊണ്ടുപോണ്ടല്ലേ, നമുക്ക് പോവാം. വേണ്ട, കുഞ്ഞു പറഞ്ഞ അപ്പായും അമ്മയും കൂടി പൊക്കോളാം. ഇല്ല വേണ്ട, കുഞ്ഞു പറഞ്ഞ. കുഞ്ഞു ബിന്ദുവിന്റെ കൂടെ ഇവിടെ നിന്നാ മതി കേട്ടോ. കൊണ്ടുപോയി എന്തോ അയ്യോ ഉണ്ടോ ഏട്ടാ? ഒരു ഉമ്മ വരുവാ, ഒരു ഉമ്മ നമുക്ക്. ഇതല്ലേ പപ്പാനെ വേണ്ട, അപ്പൊ ഇവളെ കൊണ്ടുപോകണ്ട അല്ലേ? ഉമ്മ കൊണ്ടുപോവാ, നമുക്ക് രണ്ടും കൂടി പോവാം. ഇവളല്ലേ രാവിലെ പറഞ്ഞത് ഇവക്ക് ബീച്ചിൽ പോകണം? എന്തോ കൊണ്ടുപോവാ. അല്ല, ഇവളല്ലേ രാവിലെ പറഞ്ഞത്? വാങ്ങിച്ചു ഇവളല്ലേ രാവിലെ പറഞ്ഞത് ഇവളെ ബീച്ചിൽ കൊണ്ടുപോകണം? പക്ഷെ അങ്ങനെ തന്നെ. അപ്പൊ ഇവക്ക് ഇപ്പൊ എന്നെ വേണ്ടെന്നാണെങ്കിൽ പിന്നെ ഇവളെ ഞാൻ എങ്ങനെയാണ് ബീച്ചിൽ കൊണ്ടുപോകുന്നത്? എന്താ അങ്ങനെയാണെങ്കിൽ ഇവളെ ബീച്ചിൽ കൊണ്ടുപോകാൻ ആവശ്യമില്ല. അപ്പൊ മിഠായി ഒന്നും ഇവക്ക് മേടിച്ചു കൊടുക്കണ്ട. പിന്നെന്ത് വേണോ? ആര് മേടിച്ചാലാണ്? പപ്പ മേടിച്ചു. ആരാ മേടിച്ചതന്നെ? ഇയ്യായ അയ്യ ഉണ്ട മേടിച്ചത്. ഈ അമ്മയും അവളും കൂടെ എന്തോ ഇട്ടോ മേടിച്ചാ കേട്ടോ. പപ്പനെ കൊണ്ട് മേടിച്ചു കേട്ടോ. എന്തോ പപ്പാച്ചിനെ വേണ്ടേ? അത് പപ്പാച്ചിനെ വേണ്ട, അപ്പിയാണ്. അപ്പൊ ഞാനൊന്നും മേടിച്ചും കൊടുക്കല. ഞാൻ മേടിച്ചു തരാം, പപ്പ മേടിച്ചു തരാം കേട്ടോ. ഞാൻ ഒരു സാധനവും മേടിച്ചു കൊടുക്കല. നിനക്ക് എന്നാടി വേണ്ടല്ലോ? വേറെ ആർക്കും മേടിച്ചു കൊടുക്കാന്ന് ചോദിച്ചേ. ഷാനുണ്ട്. ലിയാക്ക് എന്നാടി വേണ്ട? അക്കി ഉണ്ടോ? അവർക്ക് ഐസ്ക്രീം വേണോ? ഞാനും വരും കഴിക്കാം ഒരു ഐസ്ക്രീം. കുഞ്ഞു മേടിച്ചു തരും. മേടിച്ചു തരുവാന്ന് ചോദിച്ചു. എന്നെ വേണ്ടല്ലോ നിനക്ക്, പിന്നെ എന്തിനാ ഞാൻ നിനക്ക് മേടിച്ചു തരണത്? ഇവളെ ഇവിടെ ബിന്ദുവിന്റെ കൊടുത്ത് നിർത്തിയാൽ മതി. ഇവിടെ ഇവിടെ നിക്കട്ടെ. പിന്നെ പിന്നെ മിത്താ, നമ്മളെവിടെ പോണോ? എവിടാ 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 കാണാറ് എവിടെ പോണം നമ്മള്? പറ പറ, നമ്മളെവിടെ പോണെന്ന് പറ. ബീച്ചിൽ പോവാണോ? നമ്മളെങ്ങോട്ടാ പോണം? നമ്മളെങ്ങോട്ടാ പോണം? അതെനിക്ക് മനസ്സിലായി. ഷാപ്പി വർത്താനം പറ. എന്തിനാ പോണ നമ്മള്? ബീച്ചിൽ എന്തിനാ പോണേ? എന്ത് വാങ്ങിക്കാനാ? ഐസ്ക്രീം വാങ്ങിക്കാൻ പോവാണോ? ഇട്ടിട്ട് ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട് കേട്ടാ. കുഞ്ഞിനിട്ടാന്നല്ലോ. ആലിയായിട്ടായിരുന്നു. ആ കുഞ്ഞിന് ഇട്ടാന്നായിരുന്നു അമ്മ. ആ തലയിൽ റായൊക്കെ വെച്ചിട്ടുണ്ട്, സുന്ദരിയായിട്ടുണ്ട്. ആ പൊട്ടുണ്ട്. ആ തലയിലുണ്ട്. അടിച്ചടിച്ചടിച്ച് ആ ഈ അടിച്ചിട്ടുണ്ട്. ഇതോ അടിച്ചടിച്ച്. മഴക്കാറുണ്ട്. ചേട്ടൻ എന്തോ അടിച്ചിട്ടുണ്ട്. ആലിയായി വെച്ചിട്ടുണ്ട്, മെത്തായി വെച്ചിട്ടുണ്ട്. ആന്റിയോ? ആരുടെ ആന്റി? ഇല്ല, JCB കൊണ്ട് കൊച്ചിനെ കാണിച്ചു കൊടുത്തില്ലല്ലോ. JCB കാണാലോ. എന്തോ പപ്പടുത്തിട്ട് അനങ്ങാതിരിക്കോ? വീടൊക്കെ വരണോ? വന്നി
എന്ത് വണ്ടി 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 എനിക്ക് വേറെ കേട്ട മേസ അവിടെ ഇരിക്കുന്നത് എന്താ പപ്പാടക്ക് വണ്ടി ഓടി വണ്ടി ഓടിക്ക് വണ്ടി ഓടിച്ചോ മേസ വണ്ടി ഓടിക്കാണ് കുറച്ചേരം ഇരിക്കുക പാടത്ത് നീ അപ്പ വണ്ടി ഓടിക്കുവാണ് മേസ നീ കുരുത്തക്കേട് കാണിക്കല്ലേ ആ അപ്പൊ സൈഡ് വണ്ടി നിർത്തിയിട്ട് കുഞ്ഞിനെ അപ്പുറത്തോട്ടാക്കി തരാം. മഴയല്ല മെത്താപ്പി, ഇവിടെ അങ്ങോട്ട് മഴയല്ല. ബീച്ചിൽ പോവാന്ന് പറഞ്ഞപ്പോ മഴയല്ല. അയ്യോ ഇവിടെ JCB ഇല്ലല്ലോ എന്ന് കാണിക്കാനായിട്ട്. JCB ഇല്ലല്ലോ അടി പൊന്നെ ഇവിടെ. ഇപ്പുറത്ത് കിടക്കണ JCB. അയ്യോ അത് കണ്ടില്ല. എന്നെ വഴിക്കാണോ? തിരിച്ചെന്നെ വഴി കാണിച്ചാലട്ടാ. എന്ത് പാട്ടാണത്? എന്ത് പാട്ടാണ് മെത്താപ്പി? അടാടാ. ഇന്നാണ് നല്ല മഴയാണല്ലേ. പുറത്തിറങ്ങാൻ പറ്റുമോ നമുക്ക്? കൊടയുണ്ടല്ലോ. എന്തോ എന്താണ് പറഞ്ഞ എന്തോ. അപ്പൊ നമ്മള് ബീച്ചിലെത്തി. ഇറങ്ങാത്ത ഇറങ്ങിക്കോ. കൂടെ എടുത്തില്ലല്ലോ എന്നെ കൂടെ എടുക്കാൻ. എടുക്കട്ടെ? മഴയുണ്ടോ? ചേട്ടാ പണി പാളിയിലോ. സൈക്കിൾ നിന്നെ നോക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഈ പട്ടി പട്ടിത്തെ കൺമുന്നി വന്ന് നിന്നത് ഉണ്ടോ? അത് തുറന്നു കൊടുക്കുമ്പോ ഐസ്ക്രീം കഴിക്കട്ടെ. നിർത്തി തരട്ടെ അപ്പൊ ഇവിടെ? ഒരു കൂട്ടം പട്ടികള്. അയ്യോ പണി വാളല്ലോ. ഇവിടെ മൊത്തം പട്ടികളാണല്ലോ. ഇവിടെ ഒരുപാട് പട്ടികളുണ്ട്. അങ്ങോട്ടൊക്കെ ചെന്നാ പണി മേടിക്കും. ഇവിടെ സത്യം പറഞ്ഞാൽ നാരകുളത്താണ് കേട്ടോ നമ്മളിപ്പോ ഉള്ളത്. ഇവിടെ പട്ടികൾ വേളായി ഉണ്ടോ? ഇവിടെ സത്യം പറഞ്ഞാൽ ആൾക്കാരൊന്നിനും നിർത്തുന്നില്ല. പട്ടികളെല്ലാം കൂടി ആരെങ്കിലും എന്തെങ്കിലും മേടിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആൾക്കാരെ പുറകെ നടക്കുവായി പട്ടികൾ. ഇവിടെ ഇപ്പം നോക്കോളും മൊത്തം എത്ര പട്ടികളാണോ നോക്കി.
ഞങ്ങളിപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് പോവുകയാണ്. കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഞങ്ങൾ കുറച്ചു നേരം കൂടി നിന്ന് സ്പെൻഡ് ചെയ്യാൻ ഓർത്ത് വന്നതാണ്. പക്ഷേ ഇവിടെ ആണെങ്കിൽ പട്ടികൾ സമ്മതിക്കണില്ല. അപ്പം മെസ്സാണെങ്കിൽ ഐസ്ക്രീം എടുത്ത് കഴിച്ചുകൊണ്ട് നിന്നിട്ട് മെസ്സാക്ക് പേടി വരുന്നു. മെസ്സാണ് ഐസ്ക്രീം കൊണ്ടുള്ള പട്ടികൾ മൊത്തം വന്ന കാരണം ഒരു കൂട്ടം പട്ടികൾ എന്ന് വെച്ചാൽ നമുക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല ഒരിടത്തും. ഇവിടെ നിന്നാലും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പട്ടികൾ ഓടി നമ്മുടെ അടുത്തോട്ട് വരുവാണ്. അപ്പം ഞാനിപ്പോൾ ഇവിടെ നിന്നപ്പോൾ തന്നെ പലരും അങ്ങനത്തെ സ്ഥിതിയിലാണ് വെച്ചാൽ. കാര്യം എന്ന് വെച്ചാൽ ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങനെ നടക്കുമ്പോൾ പട്ടികൾ വന്നിട്ട് അവിടെ നിന്ന് വടികളെടുത്ത് പട്ടിനെ അടിച്ചോടിക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ ഈ മാറിക്കുളത്ത് ഉള്ളൊരവസ്ഥ. അപ്പോൾ ഞങ്ങൾ കുറച്ചേരം കൂടി നിൽക്കാമെന്ന് പറഞ്ഞാൽ മഴ ഉണ്ടെങ്കിലും കുറച്ചും കൂടി ഞങ്ങളിവിടെ നിൽക്കാമെന്ന് ഓർത്ത് വന്നതാണ്. പക്ഷേ എന്ത് ചെയ്യാനാ, ഇതുകൊണ്ടല്ലേ പോകുന്നു. ഓരോരുത്തരെ കൊണ്ടുവന്ന് ആക്കിയിട്ട് പോവാം. ഓരോരുത്തർ അവിടെ നിന്ന് നിൽക്കുന്ന ആൾക്കാരെ റോഡ് വരെ കൊണ്ടുവന്ന് വണ്ടിക്കകത്ത് കൊണ്ടുവന്ന് കയറ്റി അവൻ അവിടെ നിന്ന് തിരിച്ചു പോവുക. ഇതാണ് ഇവിടുത്തെ പട്ടികളുടെ പരിപാടി. അല്ല, ഞാനേ നമ്മുടെ വീട്ടിൽ പോകാൻ നോക്കണമെന്ന് എടുക്കാണ്ട് വന്നതേ. മെസാപ്പിയുടെ പണി നോക്കിയേ, കോലമായി കൊച്ച്. ഒരു ഐസ്ക്രീം മുഴുവൻ കഴിക്കുവാണേ കേട്ടാ. എന്താണ് ഒരു ഐസ്ക്രീം ഫുള്ള് കഴിച്ചിട്ടുണ്ട്. ശേഷം കാണാം എന്താവുമെന്ന്. ആർക്കും തരാണ്ട് പൊത്തി പിടിച്ചിട്ടുണ്ടെന്ന് കഴിക്കും. കണ്ടാ മറ്റേ കണ്ടാ. നമ്മളെങ്ങോട്ട് പോവാം? നമുക്കിനി പോവാൻ, തിരിച്ചു പോകാൻ. പോകണ വഴിക്ക് നമുക്ക് എവിടെയെങ്കിലും കയറാം, ഫുഡ് എന്തെങ്കിലും കഴിക്കാം. ബഹുമാനിയ ഇവിടെ വണ്ടി ഇടാനൊന്നും സ്ഥലമില്ല. എന്താണ് അനങ്ങാണ്ടിരുന്ന് തിന്നിയാണല്ലോ മൊത്തം. സാപ്പിക്ക് ഒരു ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്ത് സൈഡാക്കി വെക്കും പപ്പ. പക്ഷേ മാരകുളത്ത് ബീച്ചിലെ പട്ടികളാണ് സംഭവിച്ചത്. സത്യം പറഞ്ഞാൽ അവിടെ ഈ പട്ടികളുടെ ശല്യം ഭയങ്കരമാണ് കേട്ടോ. വേറെ കൊണ്ടല്ല, ഇപ്പം ഞാൻ നമ്മുടെ ഒരു സിറ്റുവേഷൻ മാത്രമല്ല പറഞ്ഞത്. ഇപ്പം ഞങ്ങളിപ്പോൾ ഇവിടെ നിന്ന സമയത്ത് എന്താ അല്ലേ, നമ്മളിപ്പോൾ നിന്ന സമയത്ത് അവിടെ വേറൊരു പുള്ളിക്കാരൻ അല്ലേ, പുള്ളിക്കാരൻ ഒരു കപ്പലണ്ടിയും പിടിച്ചാണ് നടക്കുന്നത്. കപ്പലണ്ടി തിന്നാൻ വേണ്ടി പുള്ളി ഒന്ന് ഒറ്റയ്ക്കേ ഉള്ളു. പുള്ളി തിന്നാനായിട്ട് ഇങ്ങനെ അങ്ങനെ നടന്നു പോയ പോക്ക് ഈ പട്ടികള് പുള്ളിയുടെ പുറകെ പോവാ. പുള്ളി ഇവിടെ ഒരു വടിയെടുത്ത് പട്ടീനെ അടിച്ചോടിക്കേണ്ട അവസരമാണ് പുള്ളിക്ക് വന്നത്. അപ്പൊ അതിനു മുമ്പ് തന്നെ ഞങ്ങളിവിടെ ചെന്ന സമയത്ത് ആദ്യം ചെന്നപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി പട്ടികളൊന്നും വന്നൊന്നുമില്ല. ഞങ്ങൾ ആദ്യം ചെന്ന സമയത്ത് ഒരു ചേച്ചിയും ഒരു മകളും കൂടി പോയിട്ട് പറയണ്ടായിരുന്നില്ല, പട്ടിക്ക് പുറത്തോട്ടാണ് പോലെ വരുന്നതെന്നൊക്കെ പറഞ്ഞില്ലേ. ആ പട്ടികളൊക്കെ എടുത്ത് മാറ്റണം. അല്ലാതെ അവിടുത്തെ ആൾക്കാർ തന്നെയാണ് അത് ചെയ്യാനുള്ളത്. നമുക്ക് അവിടെ സത്യം പറഞ്ഞാൽ ഇതുപോലെ ആൾക്കാർ ബീച്ച് കാണാനൊക്കെ വരുന്ന സമയത്ത് പട്ടികൾ കാരണം അവർക്ക് പോകേണ്ട ഒരവസ്ഥ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെയുള്ള ആൾക്കാർ തന്നെയാണ് ചെയ്യാനുള്ളത്. 3/4 ഭാഗങ്ങൾ കഴിച്ചു. അതിനകത്ത് എടുക്കാൻ പറ്റാത്തോണ്ടായിരിക്കണം. ഇനി എന്താ മെത്തിന് വേണ്ടത്? അക്കി പറഞ്ഞ കഴിച്ചു. ഇനി വേറെ എന്താ? ഇനി ഒരു മിഠായി കൂടി മേടിച്ചു തരാം. അപ്പൊ രാവിലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ കേട്ടാ ബീച്ച് ഐസ്ക്രീം മിഠായി, അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. മെത്താട എറിഞ്ഞേക്കാൻ കളഞ്ഞേക്കട്ടെ. ഒരു പട്ടിയുടെ മുഖത്ത് എന്താ പറഞ്ഞ ഒരു വെള്ളരിച്ച ഞാൻ കണ്ടത് എപ്പോഴാണെന്നറിയാം. ഞാൻ കഴിഞ്ഞ ദിവസം രാവിലെ ജോലിക്ക് പോയി പോക്കാണ്. അപ്പൊ രാവിലെ പോയിക്കുന്ന സമയത്ത് നമ്മുടെ ചേർത്തല കോടതിക്ക് വരെ കഴിഞ്ഞിട്ട് ചിത്രഞ്ജലി തിയേറ്ററിന്റെ വാതിക്ക് ആ ഒരു പരിസരം കുളിച്ച് ഈ പട്ടിയെടുത്തക്കാര് പട്ടികളെല്ലാം തന്നെ പിടിച്ചോണ്ടിരിക്കും. അപ്പൊ രണ്ടുപേരും ഓൾറെഡി വലയുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് മരം പിടിക്കാൻ കണ്ടതാണ് ചേർത്തലയിൽ. അപ്പൊ വണ്ടിക്കകത്ത് കുറച്ച് പട്ടികൾ കിടപ്പുണ്ട്. ഇവന്മാര് ഈ വലയം കൊണ്ട് നടക്കുന്ന സമയത്ത് ഒരു കറുത്തിട്ടൊരു പട്ടി, അധികം പൊക്കൊന്നുമില്ല, അവൻ കാണാനൊക്കെ ഭയങ്കര എടുക്കണം. കാലാപ്പുറം വീണ് ഓടിയവൻ. ഞാൻ കൂട്ടിനൊന്നും പോയിക്കൊണ്ടിരിക്കുമ്പോ എന്റെ മുമ്പത്തിലൊക്കെ ഇവൻ ഓടിയേ. ദൂരെ അങ്ങോട്ട് ഓടി പോയി നിന്നിട്ട് തിരിഞ്ഞു നോക്കണേ പന്നുണ്ടാവുന്നു. അപ്പൊ അത് കണ്ടപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ചിരിയും വന്ന് എന്താ പറയണ്ട. ആ സമയത്ത് പെട്ടെന്ന് ഞാൻ ക്യാമറ ഉണക്കി വന്നു വെച്ചാൽ ഞാൻ അപ്പൊ ഒരു വീഡിയോ എടുത്തേനും. ആ ഒരു പരുവത്തിലാണ് വടി ഓടിയത് കേട്ടോ. എന്താണ് പിന്നെ എന്തോ കളയാനോ? കളയാടി പിന്നെ ഇപ്പൊ അപ്പൊ ഇപ്പൊ കളയാട്ടാ. അക്കിയും കളയാ, ഇപ്പൊ കളയാൻ വന്നേ. ഹലോ, സാപ്പ് ഇവിടെ ഉണ്ട്. ഞങ്ങള് തന്നെ ബീച്ചിൽ പോയിട്ട് പോവായിരുന്നു.
ഇല്ല ഇന്ന് പോയില്ല. അയാൾക്ക് ഇന്ന് കഴിയലാഞ്ഞു പോയി. അതുകൊണ്ട് അതന്നെ. മഴയില്ലല്ലോ. മെത്തായ മെത്ത അക്രിയൊക്കെ തിന്നിട്ട് വരുവാ. അക്കിയൊക്കെ തിന്നിട്ട് വരുവാ. പോലെ ഇതായല്ലേ ബി മേടിച്ചു കൊടുത്തതാണ്. പപ്പ വാങ്ങിച്ച ബി ഡോബിൻ നോബിയോ ബി വാങ്ങിച്ചല്ല, പപ്പ വാങ്ങിച്ചു. ഇതൊന്നിപ്പോ ആരെ കണ്ടാ മതി എന്നിപ്പോ ഞങ്ങൾ കടയിൽ വെച്ച് ആരെ കണ്ട കടയിൽ വെച്ച് ആരെ കണ്ടിട്ട് നമ്മളിപ്പോൾ ഉള്ളത് ആർത്തിങ്കലാട്ടോ. ആർത്തിങ്കപ്പുഴയുടെ ഫ്രണ്ടിലാട്ടോ നമ്മളുള്ളത്. മെസ്സാദ്യം ഉറങ്ങിപ്പോയി. അപ്പോൾ നമ്മൾ വീട്ടിലെത്തി. ഇതേ മെസ്സാണെങ്കിൽ ഇതേ നിലവിളിയോട് നിലവിളി. അപ്പോൾ വന്നപ്പോൾ ഇവിടെ മഴയാണ് കേട്ടോ, ഭയങ്കര മഴ. അപ്പോൾ അത്രേ ഉള്ളൂ. മെത്താക്ക് മിഠായി മേടിച്ചത്. മിഠായി എൻ്റെ മേത്താടാ. മെത്ത മിഠായി കഴിച്ച് ഐസ്ക്രീം കഴിച്ചില്ലേ? കാണിച്ചു കൊടുത്തേ, മിഠായി കാണിച്ചു കൊടുത്തേ. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ പറഞ്ഞോ, ബൈ ബൈ പറ. മിഠായി കടയുടെ തിരക്കിലാണ്.